പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയെ ഹരിതാഭമാക്കുകയാണ് അധികൃതർ. നഗരത്തിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന നടപടികൾ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തകൃതിയായി നടക്കുകയാണ്. ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിച്ച് അയോധ്യയെ ഹരിതാഭമാക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് നഗരത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും ചെടികളല്ല, രാമായണ യുഗത്തിലെ മരങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന ചെടികളുമാണ് ഈ നിരത്തുകളിൽ തണൽ വിരിക്കുക. 50,000 ചെടികൾക്കുള്ള ഓർഡറാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയിരിക്കുന്നത്. കുറേ സ്ഥലങ്ങളിൽ നട്ടുകഴിഞ്ഞു, ബാക്കി ചെടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള ചെടികൾക്കാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ വിശാൽ സിംഗ് പറയുന്നു. പച്ചപ്പിനപ്പുറം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം ലക്ഷ്യമിട്ട് ഹോർട്ടിക്കൾച്ചർ പുഷ്പച്ചെടികളും വെച്ചുപിടിപ്പിക്കുമെന്നും വിശാൽ സിംഗ് പറയുന്നു. अभी इन्होंने 2 साइडें हमें दी हैं. एक रामपथ दिया है जिसकी लंबाई लगभग 3 किलोमीटर से ज़्यादा है. इसके बाद जैसे काम खत्म होगा धर्मपथ का काम शुरू कर दिया जाएगा. सब कलर वाइज हैं, मिक्स कलर नहीं है. व्हाइट है, ऑरेंज है, पिंक है, पर्पल है, अलग अलग पैचेस में पौधे लगाए जा रहे हैं. जब इनमें फूल आएगा ना तो पूरा सड़क रंगीन दिखेगी. ये തംസ നദിക്കര ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടക കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ രാമായണത്തിൽ പരാമർശിക്കപ്പെട്ട മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചിരുന്നു. ദേവദാരു, അശോകം, പാരിജാതം തുടങ്ങിയ മരങ്ങളാണ് ഇങ്ങനെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. 22-ന് നടക്കുന്ന ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള നഗര സൗന്ദര്യവൽക്കരണ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.